കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റത്തിൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമുണ്ടാകും. UDF നേതാക്കളുമായി ജോസ് കെ മാണി ചർച്ച തുടരുകയാണ്. പ്രധാനപ്പെട്ട വകുപ്പുകളാണ് കേരള കോൺഗ്രസ് എം ആവശ്യപ്പെടുന്നത്. എന്നാൽ മുന്നണി മാറ്റം തങ്ങളുമായി ചർച്ച ചെയ്യാത്തതിൽ റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും അതൃപ്തിയുണ്ട്. ആർ ശ്രീജിത്താണ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചെയ്തത്. ശ്രീജിത്ത്, ഈ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം സംബന്ധിച്ച കാര്യങ്ങളിൽ വലിയ ഭിന്നത പാർട്ടിക്കകത്തുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കാരണം ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുക എന്നതാണ് പാർട്ടിയുടെ നിലപാട്. അത് തന്നെയാണ് ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് എന്നാണ് റോഷി അഗസ്റ്റിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. സമാന്തരമായി മറുഭാഗത്ത് UDF ചേക്കേറാനുള്ള ചർച്ചകളും പുരോഗമിക്കുകയാണ്. എന്താണ് കേരള കോൺഗ്രസ് എമ്മിൽ ഇപ്പോൾ സംഭവിക്കുന്നത്? കേരള കോൺഗ്രസ് എമ്മിൽ UDF പ്രവേശനത്തിന്റെ കാര്യത്തിൽ ഭിന്നതയുണ്ടെന്ന കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ തിരുവനന്തപുരത്ത് നടന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആ ഭിന്നത മറന്നേക്കി പുറത്തു വരികയും ചെയ്തു. ഇന്നും ആ ഭിന്നതയുടെ കൃത്യമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകളും സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടിയിൽ 5 MLA-മാരിൽ 2 പേർ, അതായത് മന്ത്രി റോഷി അഗസ്റ്റിനും റാന്നി MLA പ്രമോദ് നാരായണനും UDF പോകുന്ന തീരുമാനത്തോട് യോജിപ്പില്ല എന്ന കാര്യം വ്യക്തമാക്കിയായിരുന്നു. എന്നാൽ മറ്റ് 3 MLA-മാർക്ക് ജോബ് മൈക്കിൾ, സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ഡോക്ടർ N ജയരാജ് എന്നിവർക്ക് പാർട്ടി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കുമെന്ന കാര്യമാണ് അവർ വ്യക്തമാക്കിയത്. എന്നാൽ മന്ത്രിയും ഒപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട MLA ആയ പ്രമോദ് നാരായണനും വ്യത്യസ്തമായ ഒരു നിലപാടെടുക്കുന്നതാണ് ജോസ് കെ മാണിയെ ആശയക്കുഴപ്പത്തിലാക്കിയ കാര്യം. പാർട്ടിയുടെ 14 ജില്ലാ പ്രസിഡന്റുമാരിൽ 13 പേരും UDF പ്രവേശനത്തെ അനുകൂലിക്കുന്നു. UDF മടങ്ങിപ്പോകാനുള്ള തീരുമാനത്തെ സർവാത്മന സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാൽ മാത്രമാണ് ഈ റോഷി അഗസ്റ്റ് ഒപ്പം നിന്ന് ഈ UDF മടങ്ങിപ്പോകരുതെന്ന് നിലപാടെടുക്കുന്നത്. പാർട്ടിക്കകത്തെ ഭിന്നത വ്യക്തമാക്കുന്ന തരത്തിൽ ഇന്ന് CPM നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് തുടരുമെന്ന പോസ്റ്റ് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ഭിന്നതയുണ്ടെന്ന കാര്യം വ്യക്തമാണ്. ഇനി 16-ാം തീയതി നടക്കുന്ന നിർണായകമായ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ ഈ വിഷയം ചർച്ചയ്ക്ക് വരും. അപ്പോൾ ഈ നേതാക്കൾ എന്ത് നിലപാടെടുക്കുന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.